തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സുഹൃത്തത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ വചനവിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 56-ാം തിരുവചനം. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ച് പിന്നീട് വീട്ടിലേക്ക് മടങ്ങി. നമുക്കറിയാമല്ലോ ആരുടെ കൂടെയാണ് താമസിച്ചതെന്ന്. എലിസബത്തിൻ്റെ കൂടെയാണ് മറിയം 3 മാസം താമസിച്ചത്. സ്നേഹമുള്ള ദൈവമക്കളെ, കൂടെ ആയിരിക്കുക, കൂടെ വസിക്കുക, ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു പുണ്യമാണ്. പല കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ബന്ധങ്ങളും തകർന്നടിയുവാനുള്ള സുപ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് കൂടെ ഇരിക്കാനും കൂടെ ആയിരിക്കുവാനും കൂട്ടുകൂടാനും ലഭിച്ച വ്യക്തി പലപ്പോഴും കൂട്ടിനില്ല എന്നുള്ളതാണ്. കൂടെയായിരിക്കാനും കൂട്ടിരിക്കാനും ആളില്ല എന്നുള്ളതാണ് പല ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം. ഇതിന് ഏറ്റവും പെർഫെക്റ്റ് ഉദാഹരണം നമുക്കറിയാമല്ലോ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുകയാണ്, ആദത്തിനോട് ദൈവം പറയുന്ന വാക്കാണ്, ആദത്തിന് ദൈവം ചേർന്ന ഇണയെ നൽകി. കൂടെയായിരിക്കുവാനാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ നൽകി. കൂടെയായിരിക്കുവാനാണ് ഹവ്വയെ നൽകിയത്. പക്ഷേ ഹവ്വ ഈ പിശാചിൻ്റെ കയ്യിൽ നിന്ന്, സാത്താൻ്റെ കയ്യിൽ നിന്ന് പഴം വാങ്ങി കഴിച്ച നിമിഷത്തിൽ ആദം കൂടെയുണ്ടോ? ഇല്ല. കൂടെ ഇരിക്കാൻ ആളില്ലാത്തപ്പോൾ ജീവിതത്തിൽ പാപസാഹചര്യങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടും. കൂടെ ഇരിക്കാൻ ആളില്ലാതെ വരുമ്പോൾ പലപ്പോഴും ജീവിതം തന്നെ മടുത്തു പോകും, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും. കൂടെ ഇരിക്കാൻ, കൂടെ വസിക്കാൻ ആളില്ലാത്തപ്പോൾ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. സുവിശേഷത്തിൽ മറ്റൊരു ഉദാഹരണമുണ്ടല്ലോ, ബെത്സേദ കുളക്കടവിൽ. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായിട്ട് തളർവാദം പിടിച്ച ഈ രോഗിയോടെ കിടക്കുകയാണ്. ഈശോ വന്നിട്ട് ഈ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖമാകുവാൻ, സൗഖ്യം ലഭിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്നതാ, ജലമിളകുമ്പോൾ എന്നെ ഈ ജലത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. അതായത് അന്ന് വരെ ഒരാളും ഇയാളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇയാളോട് ജലത്തിലേക്ക് ഇറക്കണമെന്നോ ഇയാൾക്ക് സുഖമാണെന്നോ ഒരാളും ചോദിച്ചിട്ടില്ല. ഹി വാസ് അലോൺ. ഒരു പരിപൂർണമായിട്ട് അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കൂടെ ആരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടില്ലേ? ഇനി എങ്ങനെയാണ് ഒരാളുടെ കൂടെ ആയിരിക്കേണ്ടത്? ഇതേക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ വചനത്തിൽ തുടർന്നുള്ള ചിന്തകളിലൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ ഒരാളുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, ത്രൂ അവർ ഫിസിക്കൽ പ്രസൻസ്, ശാരീരികമായ സാമീപ്യം നൽകുന്നതിലൂടെ നമുക്ക് ഒരാളുടെ കൂടെ ആയിരിക്കുവാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ അനിവാര്യമുള്ളത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ അനിവാര്യമുള്ളത് രോഗികൾക്ക്, കുട്ടികൾക്ക്, വയോജനങ്ങൾക്ക്. ഈ 3 കൂട്ടർക്കാണ് ശാരീരികമായ സാമീപ്യം ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുത്ത് ചെന്നു. എലിസബത്ത് ഒരു വൃദ്ധയായിരുന്നേ, അവൾ ഗർഭവതിയായിരുന്നു. അപ്പോൾ രോഗാവസ്ഥയും കൂടിയുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു ഫിസിക്കൽ പ്രസൻസ്, അമ്മയുടെ ഒരു ശാരീരികമായ സാമീപ്യം എലിസബത്തിനും എത്രമാത്രം സന്തോഷം നൽകിയിരുന്നു, എത്രമാത്രം ആനന്ദപ്രദമായിരുന്നു, അത് എന്തുമാത്രം സഹായകമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആലോചിച്ച് നോക്കിക്കേ, പല കുടുംബങ്ങളിലും ഇന്ന് ഈ ഒരു ജീവിത പങ്കാളിയുടെ ശാരീരികമായ പ്രസൻസ് ലഭിക്കുന്നില്ല, ഉണ്ടായിരുന്നിട്ട് പോലും ലഭിക്കുന്നില്ല. കൂടെ ആയിരിക്കേണ്ട സമയത്ത് കൂടെ ആയിരിക്കാനായിട്ട് ജീവിത പങ്കാളിക്ക് കഴിയുന്നില്ല. ഇനി പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞ ആ 3 തലങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വയോജനങ്ങൾ, അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ ശാരീരികമായ സാമീപ്യമാണ്. ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു വൈദികൻ, അദ്ദേഹം വിദേശത്ത് നിന്ന് നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു പണിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരമാണ്. ചാച്ചന് വയ്യാതെ ആയിട്ട് വർഷങ്ങളായിപ്പം. അപ്പോൾ പണ്ടൊക്കെ മകൻ അവധിക്ക് വന്നു കഴിഞ്ഞാൽ, അച്ഛൻ മോൻ അവധിക്ക് വന്നു കഴിഞ്ഞാൽ
10 ദിവസത്തെ അവധി ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ദിവസം വീട്ടിൽ കാണുകയുള്ളൂ. പിന്നെ ബന്ധുജനങ്ങളുടെ വീട്ടിൽ, സുഹൃത്തുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ അച്ഛന്മാരെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയാണ്. പക്ഷേ ചാച്ചൻ കിടപ്പിലായതോടുകൂടി ഈ മകൻ അവധിക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എങ്ങും പോവുകയില്ല. രാവിലെ ഇടവക ദേവാലയത്തിൽ പോകും, കുർബാന അർപ്പിക്കും. കുർബാന അർപ്പിച്ച് തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ചെയ്യുന്നത് എന്നതാ, ഈ ചാച്ചനോട് കൂടെ ആയിരിക്കും. ചാച്ചനോട് കൂടെ ആയിരുന്ന് ഒന്നുമില്ല, ആ കസാരയിട്ട് അവിടെ ഇരിക്കും. ചാച്ചൻ്റെ അരികിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ചാച്ചൻ്റെ അരികിലിരുന്ന് പത്രം വായിക്കും. ഇങ്ങനെ കൂടെ ആയിരിക്കുക. 10 ദിവസം അവധിയാണെന്നുണ്ടെങ്കിൽ 10 ദിവസവും കൂടെ ആയിരിക്കുക. ശ്രമമുള്ളവരെ, ഈ ഒരു വൃദ്ധനായ രോഗിയായ വ്യക്തിക്ക് ഈ മകൻ്റെ ഈ ഒരു ശാരീരികമായ സാമീപ്യം, കൂടെ ഒരാളുണ്ട് എന്നുള്ള ശാരീരികമായ സാമീപ്യം എന്തുമാത്രം ഒരു പുത്തൻ ഉണർവ് നൽകുമെന്ന് അറിയുമോ? മനഃശാസ്ത്രം പറയുന്ന പ്രകാരമാണ്, ഒരു വ്യക്തി രോഗിയാകുമ്പോൾ ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്നത് മറ്റുള്ള വ്യക്തികളുടെ ഒരു ശാരീരികമായ സാമീപ്യവും കരുണയും കരുതലുമാണ്, ഒരു സ്പർശനമാണ്. ഇതാണ് പരിശുദ്ധ അമ്മ എലിസബത്തിന് നൽകിയത്. കൂടെ ആയിരിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. ഈശോ കൂടെ ഉണ്ടല്ലോ. ഈശോയുടെ അവസ്ഥാലോചിക്കുക, ഒരു പ്രത്യേകമായ അവസ്ഥയാണ് ഈശോ. മരണത്തെ മുഖാഭിമുഖം ദർശിക്കുന്ന അവസ്ഥ. നാളെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഗത്സമനയിലെ പ്രാർത്ഥന, ആ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുൻപ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് എന്നതാ, എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, കൂടെ ആയിരിക്കുക. ഞാൻ എൻ്റെ ആത്മാവ് മരണത്തോളം വേദന അനുഭവിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കുക. എൻ്റെ ശിഷ്യന്മാർക്ക് കൂടെ ആയിരിക്കുവാൻ സാധിച്ചോ? ഇല്ല. രോഗിയായ, പലപ്പോഴും കുടുംബങ്ങളിലെ രോഗിയായ ഭാര്യയുടെ പരാതി എന്നതാ, ഞാൻ പനി പിടിച്ച് കിടന്നിട്ട് എന്നെ ഒന്ന് തൊട്ട് നോക്കുക പോലും ചെയ്തില്ല. സുഖമാണോ, ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ഈ ജീവിത പങ്കാളി ചോദിച്ചില്ല. നല്ല മനുഷ്യനാ, നാട്ടുകാർക്ക് മുഴുവൻ സഹായം ചെയ്യും. പക്ഷേ എൻ്റെ രോഗാവസ്ഥയിൽ ഈ വ്യക്തി കൂടെ ആയിരുന്നിട്ടില്ല. ഇത് വലിയ പരാതി തന്നെയാണ്. വീട്ടിൽ, അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, വീട്ടിൽ ഈ ആളില്ലാത്ത സമയത്ത് പലപ്പോഴും ആളില്ലാത്ത, കൂടെ ആളില്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തിന് കുഞ്ഞുമക്കളെയൊക്കെ വിളിച്ച് കൂട്ടുകിടത്താറില്ലേ? പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ആരും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് പോയി വീടുകളിൽ പോയി കൊടുക്കുക. എന്തുകൊണ്ടാണ്? ഈ ഒരു ഫിസിക്കൽ പ്രസൻസ് നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് ശാരീരികമായ സാമീപ്യം, ഒരാളുടെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ആവുന്നത്ര രീതിയിൽ ഒരു ശാരീരികമായ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ, അപ്പനാവട്ടെ, അമ്മയാവട്ടെ, കൂടെ ഇരിക്കാനായിട്ട് അവസരം കിട്ടുമ്പം കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചേർന്നിരിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ ചേർന്നിരിക്കാനായിട്ട് സാധിക്കണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, മൃഗങ്ങളല്ലല്ലോ. നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ. ഓർക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ശരിക്കും പറയുന്ന മനഃശാസ്ത്രം പറയുന്ന പ്രകാരമാണ്, 7 വയസ്സുള്ള കുട്ടികൾക്ക് ദിവസത്തിൽ ഒരു 15 തവണയെങ്കിലും മാതാപിതാക്കന്മാരുടെ സാമീപ്യം ലഭിക്കണമെന്ന്. അല്ലെങ്കിൽ ആ കുട്ടികൾ വലുതാവുമ്പോൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന്. അത് കുടുംബങ്ങളിൽ ഒരു വലിയ പരാതിയല്ലേ? മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മാതാപിതാക്കന്മാരില്ല, മക്കളെ തൊടുവാനായിട്ട് മാതാപിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല, ഒന്ന് ഹഗ് ചെയ്യാനോ സ്പർശിക്കുവാനോ സ്നേഹിക്കുവാനോ മാതാപിതാക്കന്മാർക്ക് സമയം കിട്ടുന്നില്ല. മക്കൾ വഴിതെറ്റിപ്പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതാണ് കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയാണ്, കൂട്ടുകുടുംബങ്ങളാണ്. ആ കൃഷിയുമായിട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ട്. അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹവും ലാളനയും കരുതലും പരിഗണനയും ഒക്കെ മക്കൾക്ക് ധാരാളം കിട്ടുന്നുണ്ട്, സ്പർശനം കിട്ടുന്നുണ്ട്. അവർ കുറെ കൂടെയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കുടുംബത്തോട് കൂറുണ്ട്, കുറച്ചുകൂടെ കുടുംബത്തോട് ഒട്ടി നിൽക്കുവാനായിട്ട് മക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഇനി രോഗികളായാലും ശരി, വീട്ടിൽ രോഗികളുണ്ടെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എപ്പോഴും അവരുടെ കൂടെ എപ്പോഴും ആളുണ്ട്. ഇന്ന് പല ഭവനങ്ങളിലും ആലോചിച്ച് നോക്കിക്കേ, വയോജനങ്ങളായ മാതാപിതാക്കന്മാർ വലിയൊരു ബംഗ്ലാവിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് ആരുമില്ല കൂട്ടിന്. എപ്പോൾ വലിയ വലിയ വീടുകളൊക്കെ പണിതിട്ട് മക്കൾ പലരും വിദേശത്താണ്, അപ്പനും അമ്മയും വീട്ടിൽ തനിച്ചാണ്. ഒരു വല്ലാത്ത ഒറ്റപ്പെടലാണ്. ഇനി മകൾ പലപ്പോഴും അവർ വീട്ടിൽ തനിച്ചാണ്, വല്ലാത്ത ഒരു ഒറ്റപ്പെടലാണ്. അപ്പോൾ ഫിസിക്കൽ പ്രസൻസ്, കൂടെ ആയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള സാമീപ്യം. ഒന്നാമത്തെ ആശയം അതാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് ഒരാളുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുക? ത്രൂ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിലൂടെ ഒരാളുടെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, ഒരാൾ കൂടെയുണ്ട് പക്ഷേ ഒന്നും സംസാരിക്കില്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ല സാമീപ്യം അല്ല കേട്ടോ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങേര് വീട്ടിലിരിക്കും, ഒരക്ഷരം മിണ്ടില്ല. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ കൂടെ ആയിരിക്കുന്നതിൻ്റെ വലിയൊരു അടയാളമാണ് കേട്ടോ, വലിയൊരു അടയാളമാണ്.
ഇന്ന് വ്യക്തിപരമായ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒരുപക്ഷെ അന്യം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആശയവിനിമയം. എത്രയോ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ചുറ്റുവട്ടത്തോ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. ഒരു യാത്രയിലായിരിക്കുമ്പോൾ ഒരേ ബസ്സിലിരുന്ന് ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവരാ, ഓരോരുത്തരും അവരവരുടെ മൊബൈൽ നോക്കിയിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ കടന്നു ചെല്ലുന്നു, നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുവാനായിട്ട് എത്ര പേരുണ്ടാകും? മിക്കവാറും മക്കൾ ആരെങ്കിലുമൊക്കെ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ടാകും. ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 10 പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിനകത്ത് 5-6 പേര് ചിലപ്പോൾ മൊബൈൽ നോക്കിയിട്ടായിരിക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് ഒരു ആദരവ്, മനുഷ്യന് കൊടുക്കാവുന്ന ഒരു ആദരവ്, ഒരു പരിഗണന എന്ന് പറയുന്നത് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുമോ? അതൊരു വലിയൊരു നന്മയാണ് ഇക്കാലഘട്ടത്തിൽ. നമ്മളൊരു യാത്രയിലവിടെ എല്ലാവരും അവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ, സ്വകാര്യ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. ഒന്ന് മറ്റുള്ളവനെ പരിഗണിക്കുവാനോ സ്നേഹിക്കുവാനോ മുഖത്ത് നോക്കി സംസാരിക്കുവാനോ സാധിക്കുന്നില്ല. ഒരേ സമയം പല കാര്യങ്ങളിൽ വ്യാപൃതരാണ്, ശ്രദ്ധ ലഭിക്കുന്നില്ല. ഇവിടെയാണ് കുടുംബത്തിൽ മക്കളുടെ പരാതി എന്നതാ. മക്കളുടെ പരാതി. ഒരു കുടുംബത്തിൽ ചെന്നപ്പം മകള് പറഞ്ഞ പ്രകാരമാണ്, അച്ഛാ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നിവിടെ ഇരിക്കുന്നത് അമ്മയെ നോക്കിയിരിക്കുന്നത്, അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മൊബൈല് നോക്കിക്കൊണ്ടിരിക്കുന്നു, മൊബൈല് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും കാര്യം കൊണ്ട് അമ്മയോട് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ദൂരെ പോയി എന്തെങ്കിലും പണിയെടുക്ക് എന്നൊക്കെയാണ് പറയണേ. ശരിയല്ലേ? മക്കൾക്ക് കാരണന്മാരുടെ അടുത്ത് ഈ ഒരു സാമീപ്യം ഇല്ല എന്നുണ്ടെങ്കിൽ, അവർ സംസാരിച്ചില്ലെങ്കിൽ മക്കള് വേറെ എങ്ങടെങ്കിലും പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അമ്മ മൊബൈൽ കളിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്, ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യുവാക്കൾക്കാണ്, മക്കൾക്കാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുക, കാരണന്മാർ ധാരാളം പേരുണ്ട് ഈ മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന പ്രായം ചെന്നവരും കാരണന്മാരൊക്കെ അപ്പനമ്മമാർ ഉണ്ട്. അതുകൊണ്ടാണ് മക്കളുടെ പരാതി. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. നിങ്ങൾ ജോലിക്ക് പോകുന്ന മാതാപിതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഈ മക്കളോട് കൂടെ സംസാരിക്കുവാനും കളിചിരികളിൽ ഏർപ്പെടുവാനും സമയം ലഭിക്കുന്നുണ്ടോ? അതാണ് അവർക്ക് കൊടുക്കാവുന്ന ആശയവിനിമയം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ആശയം അച്ഛൻ പറഞ്ഞത് അതാണ്. ഇതുപോലെ തന്നെ ഭാര്യയുടെ പരാതി എന്നതാ. ഇയാൾ ജോലി കഴിഞ്ഞ് വരും, അവിടെ ഉണ്ടാവും, ഒരക്ഷരം എന്നോട് പറയില്ല. ജോലി സ്ഥലത്ത് എന്താ സംഭവിച്ചൊന്നും പറയില്ല. അല്ലെങ്കിൽ ഇവിടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. അങ്ങേരെ TV ഓണാക്കി അവിടെ ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈലിൽ വാട്സപ്പ് നോക്കിയൊക്കെ ഇരിക്കും. എന്നോടൊരക്ഷരം മിണ്ടില്ല. കമ്മ്യൂണിക്കേഷൻ, സംസാരിക്കില്ല. അപ്പോൾ ഒരാൾ വീട്ടിലുണ്ട്, എന്നാൽ ആശയവിനിമയം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്താ പറയണേ, വീട്ടിലുള്ളതും ഇല്ലാത്തതും കണക്ക് തന്നെയാണ്. ഇനി വൃദ്ധരായ മാതാപിതാക്കന്മാരുടെ പരാതി എന്നതാണ്. അച്ഛാ, വയസ്സും പ്രായമായി ഞങ്ങളോട് ഒരാളും മിണ്ടാനില്ല. ഞങ്ങൾക്ക് സുഖമാണെന്ന് ചോദിക്കുവാനോ ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയുവാനോ ഞങ്ങളോട് ഒരാളും മിണ്ടുന്നില്ല. ഇനി അത് മാത്രമല്ല, അവരെന്തൊക്കെയാണ് അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കാര്യവും അറിയുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. കാരണന്മാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, മക്കൾ എന്തൊക്കെയാണ് ചെയ്തത്, പുറത്ത് പോയി അവരുടെ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ട് ആഗ്രഹം ഉണ്ടാകില്ലേ? അപ്പോൾ വൃദ്ധരായ മാതാപിതാക്കന്മാരുടെ ഒരു വലിയ പരാതി അതാണ്, ഞങ്ങൾ ഈ മുറിയിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ സ്ഥിരം പുറത്തു പോകുന്നവർ, ആ വീട്ടിലുള്ള ജീവിത പങ്കാളിയോ അപ്പനോ അമ്മയോ, അവർ രാവിലെ മുതൽ രാത്രി വരെ ഒരു അകത്തളത്തിൽ തന്നെയാണ് കേട്ടോ. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ ഒരു ചുറ്റുമതിലിനുള്ളിലുള്ള കുറച്ച് സ്ഥലം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കൃഷി സ്ഥലം ഉണ്ടാവുള്ളൂ. രാവിലെ മുതൽ ഇവരിവിടെ ആരുടെയെങ്കിലും സംസാരം കേൾക്കുന്നതിനായിട്ട് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അപ്പോഴാണ് സന്ധ്യയ്ക്ക് ജീവിത പങ്കാളിയോ മകനോ മകളോ ജോലി കഴിഞ്ഞു വരുന്നു, ഒരക്ഷരം പോലും ഇവരോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ വ്യക്തികളെ നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക? പിന്നെ എങ്ങനെയാ കുടുംബത്തിൽ സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാകുക? ഇനി മാതാപിതാക്കൻ പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു പരാതി പ്രകാരമാണ്, അച്ഛാ മകൻ വിദേശത്താണ്, മകൾ വിദേശത്താണ്, അവർ ഫോൺ ചെയ്യും. പക്ഷേ മകൻ ഫോൺ ചെയ്യുമ്പോൾ മകൻ്റെ ഭാര്യയായിരിക്കും സംസാരിക്കുന്നത്. ഒരക്ഷരം പോലെ അവൻ ഞങ്ങളോട് സംസാരിക്കില്ല. 1 മണിക്കൂർ ഭാര്യയുമായിട്ട് സംസാരിക്കും, പക്ഷെ ഞങ്ങളോട് സുഖമാണോന്ന് ഒരു ഫോൺ പോലും അവൾ ഞങ്ങൾക്ക് തരില്ല. അല്ലെങ്കിൽ മക്കളുമായിട്ട് സംസാരിക്കും. ഞങ്ങളും മനുഷ്യരല്ലേ അച്ഛാ, സത്യമല്ലേ പറയുന്നത്? അവർക്കും ആഗ്രഹമില്ലേ നിങ്ങളുടെ സ്വരമൊക്കെ ഒന്ന് കേൾക്കുവാനായിട്ട്? അവർക്കും ആഗ്രഹമില്ല നിങ്ങളുടെ വിശേഷം അറിയുവാനായിട്ട്? അതുകൊണ്ട് വിദൂരത്തുള്ളവരെ, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ മക്കളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൂടെ? ഇനി നമ്മൾ തന്നെ മക്കൾക്ക്, യുവാക്കളന്മാരായ മക്കൾക്ക്, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോഴോ +2 കാലഘട്ടത്തിലോ മക്കൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഉദ്ദേശം എന്താണ്? അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആശയവിനിമയം നടത്തണം. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആശയവിനിമയം വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ പിന്നീടോ അപ്പനമ്മേനെയും വിളിക്കാൻ സമയമില്ലാത്ത രീതിയിൽ തിരക്കേറുന്നു.
ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, ഒരുത്തൻ ഒരു 10 മണിക്ക് മുറിയിൽ കയറുകയാണ്, പക്ഷേ ഈ മൊബൈൽ ഫോൺ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെയോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, ആശയവിനിമയം നടത്താതെ മറ്റു പലരുമായി ആശയവിനിമയം നടത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂടെയുള്ളവരുമായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ആരോഗ്യവുമായിട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ബന്ധങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ആശയവിനിമയം നടത്തേണ്ട വ്യക്തികളുമായി ആശയവിനിമയം നടത്താതെ നമ്മൾ മറ്റാരൊക്കെയോമായിട്ട് ഇങ്ങനെ നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടപ്പിറപ്പുകൾ അകന്നു പോകും, കൂടെ വസിക്കേണ്ടവൻ അകന്നു പോകും, മാതാപിതാക്കന്മാർ അകന്നു പോകും, ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന പാഠം അതാണ്. കൂടെ ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കണം. അതിനുള്ള എളുപ്പ വഴികളാണ്. പല വഴികളുണ്ടല്ലോ. ചിലരുടെ പരാതി അതല്ല, എൻ്റെ ബർത്ത്ഡേ ഓർത്തില്ല. ഇതൊക്കെ പരാതി പറയുന്നത് എന്നതാ, എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചതില്ല, നമ്മുടെ വെഡ്ഡിങ് ഡേ ഓർത്തില്ല, കൊച്ചിൻ്റെ ബർത്ത്ഡേ ഓർത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടെ ആയിരിക്കുക എന്നുള്ള രണ്ടാമത്തെ നടപടി എന്ന് പറയുന്നത്, രണ്ടാമത്തെ എളുപ്പവഴി എന്ന് പറയുന്നത് പ്രകാരമാണ് നമുക്ക് ആശയവിനിമയം നടത്തുവാനായിട്ട് സാധിക്കണം, തുറന്ന് സംസാരിക്കുവാനായിട്ട് സാധിക്കണം. ഇനി മൂന്നാമത്തെ ഒരാശയം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് ആവശ്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ കൂടെയായിരിക്കാൻ സാധിക്കും. ആവശ്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ കൂടെയായിരിക്കാൻ സാധിക്കും. നമ്മൾ ആരാണ് നല്ല സുഹൃത്ത്? എ ഫ്രണ്ട് ഇൻ ഡീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ്. ആവശ്യത്തിൽ സഹായിക്കുന്ന വ്യക്തിയാണ് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അതായത് ആവശ്യത്തിൽ സഹായിക്കുന്ന ഒരു സുഹൃത്ത്. ഇതാണ് നമ്മൾക്കൊരു ഒരു വ്യക്തിയുടെ സാമീപ്യം എന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഇപ്പോഴും അറിയാം. അദ്ദേഹം ഒരു പ്രത്യേക സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് മകളുടെ വിവാഹം ഉറപ്പിക്കുന്നത്. മകളുടെ വിവാഹം ഉറപ്പിച്ചു, സ്ഥലക്കച്ചവടം വിട്ട് നടക്കുന്നില്ല, പൈസ വേണം കൊടുക്കുവാനായിട്ട്, വിവാഹ ചടങ്ങുകൾ നടത്തുവാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാമല്ലോ പണം വേണം. ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഇനി എവിടെ നിന്ന് കിട്ടും, ആരോട് ചോദിച്ചാലേ തരിക? വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു, ഏതാനും ദിവസങ്ങൾ വിവാഹത്തിനുള്ളൂ. അപ്പോൾ ഇവനിങ്ങനെ ഒരു നൊമ്പരമുണ്ടെന്ന് അറിയാവുന്ന ഇവൻ്റെ സുഹൃത്ത്, അയൽപക്കത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു ബാങ്ക് മാനേജറാണ്. അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയുമോ? ഇയാളുടെ ATM കാർഡുണ്ട്. ATM കാർഡ് കൊണ്ടുപോയിട്ട് ഈ അയൽവാസിയായ സുഹൃത്തിന് കൊടുത്തിട്ട് പറയുക, ഇതിനകത്ത് ഏകദേശം 2 ലക്ഷം രൂപ കാണും, നിനക്ക് ആവശ്യത്തിനുള്ളത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചെടുത്തോ, ഇനി സ്ഥലക്കച്ചവടമൊക്കെ കഴിഞ്ഞ് എനിക്ക് തിരിച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി, നിൻ്റെ കാര്യം നടക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ. സത്യത്തിൽ നമ്മുടെ കൂടെ ആരാണ് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയണേ? നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ നമുക്കൊരു ആപത്തോ അപകടം വരുമ്പോഴാണ്. ശരിക്കും അങ്ങനെയല്ലേ? നമുക്കൊരു ആപത്തോ അപകടം വരുമ്പോഴാണ് നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളൊരു അപകട സ്ഥിതിയാണ്, ഏതെങ്കിലും പണത്തിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആശുപത്രിയിൽ ഒരാളെ നിൽക്കാനായിട്ട് ആവശ്യമുണ്ട്. സത്യത്തിൽ അപ്പോഴറിയാം നിങ്ങളുടെ കൂടെ ആരാണുള്ളത്. അല്ലെങ്കിൽ ചുമ്മാ വാക്കുകൊണ്ട് പറഞ്ഞു പോകുന്ന ബന്ധങ്ങളേ ഉള്ളൂ. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. കാഴ്ചയിൽ ആ ബന്ധങ്ങളുള്ളൂ, വാക്കുകൾ കൊണ്ട് ബന്ധങ്ങളുള്ളൂ. നമ്മളുടെ ഈ ഉടൽ നൊന്തിട്ടൊരു വേദന, ഉടൽ നൊന്തിട്ടൊരു ബന്ധം, അതൊന്നും ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഒരു ആശുപത്രി കേസ് വന്നു, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. ഈ ആശുപത്രി കേസ് പറഞ്ഞ് സർജറി വരെ മാറ്റി വെച്ചിരിക്കുക. പക്ഷേ ഇത് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ സർജറി ചെയ്യാതെ നിവൃത്തിയില്ല. പ്രതീക്ഷിക്കാത്ത വ്യക്തികളാണ് കൊണ്ടുപോയി പണം ഏൽപ്പിച്ചത്. എന്നിട്ട് ഈ സുഹൃത്തിൻ്റെ പരാതി മറ്റൊന്നുമല്ലായിരുന്നു, അച്ഛാ, പ്രതീക്ഷിച്ച വ്യക്തികൾ ആരും എൻ്റെ സഹായത്തിന് വന്നില്ല. തീർച്ചയായിട്ടും ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളാണ് എൻ്റെ സഹായത്തിന് പണവുമായിട്ട് എത്തിയത്. സത്യത്തിൽ അങ്ങനെയല്ലേ? നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയല്ലേ? കൂടെയുണ്ട് എന്ന് പലരും ധരിപ്പിക്കുന്നതേ ഉള്ളൂ. പലരും കൂടെയില്ല. അതൊരു ആവശ്യം വരുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. എലിസബത്തിൻ്റെ വീട്ടിൽ മറിയം കടന്നതിലൂടെ മറിയം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം അതാണ്. മറ്റുള്ളവൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട്, അവൻ്റെ ആവശ്യങ്ങളിൽ സഹായിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നീ നേടുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ദൈവകൃപ നിന്നിലൂടെ ചൊരിയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ സുവിശേഷത്തിലൊരു വലിയ ഉദാഹരണമുണ്ടല്ലോ, സമരിയക്കാരൻ്റെ ഉപമ. ഈശോ പറഞ്ഞു വെച്ച ഉപമ.
സമരിയക്കാരൻ അയാൾ ആ വഴിയോരത്ത് ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ആരാണ് നല്ല സമരായൻ എന്ന് പറയുന്നത്? നല്ല അയൽവാസി. ആരാണ് നല്ല അയൽവാസി? അദ്ദേഹം അങ്ങനെ വ്രണിതനായിട്ട് കിടക്കുമ്പോൾ ഈ സമരിയക്കാരനാണ് ചെന്ന് സഹായിക്കുകയാണ്, അയാൾക്കൊരു കൈത്താങ് കൊടുത്തത്. അപ്പോൾ കൂടെ ആയിരിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു കൈത്താങ്ങാകുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് പണമില്ല, നമുക്ക് ഫിസിക്കലി ആ വ്യക്തിയുടെ കൂടെ, ശാരീരികമായിട്ട് വ്യക്തിയുടെ കൂടെ ആയിരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇവിടെ നാലാമതൊരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ കൂടെയായിരിക്കുവാൻ സാധിക്കും. എത്രയോ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. മഹാമാരി വന്ന് ഈ ലോകം മുഴുവനും പലരും ആശുപത്രി കിടക്കുകളിലാണ്. പ്രാർത്ഥിക്കാൻ ആരാരുമില്ലാത്തവരുണ്ട്, നമുക്കറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. നമുക്ക് ജപമണികൾ ഉരുട്ടിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ എത്രയോ വ്യക്തികളെ സഹായിക്കാൻ സാധിക്കും. നമുക്ക് ദിവസവും സമയമുണ്ട്. ചിലപ്പം വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ തനിച്ചാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വിദൂരത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ രോഗിയായി കഴിയുന്നു, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, പക്ഷെ ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ ആയിരിക്കാൻ സാധിക്കും? ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ നമുക്കൊരു വ്യക്തിയുടെ കൂടെയായിരിക്കുവാനായിട്ട് സാധിക്കും. നിത്യാരാധന ചാപ്പലുകളൊക്കെ ആണെങ്കിൽ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ധാരാളം പേര്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരിലൂടെ നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കുക. വ്യക്തിപരമായ പ്രാർത്ഥന പലരും പറയാറുണ്ട്, ധാരാളം പേർക്ക് പ്രാർത്ഥിക്കണം, പക്ഷെ പ്രാർത്ഥിക്കാനിരുന്നാൽ ബോറടിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു വ്യക്തിയുടെ കൂടെയായിരിക്കുവാനുള്ള ഒരു വലിയ ഉപാധി പ്രാർത്ഥനയാണെന്ന് പറയുകയുണ്ടായി. ഈ പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു ലിസ്റ്റ് തയ്യാറാക്കി നോക്കിക്കേ. ഞാൻ വ്യക്തിപരമായിട്ട് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ഈ പ്രാർത്ഥന എങ്ങനെ ഉപയോഗിക്കുന്നു? ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്രകാരമാണ്. ആരാധന ചാപ്പലിലോ ദേവാലയത്തിലോ ചെന്നിരുന്നിട്ട് നമ്മുടെ ബന്ധുമിത്രാദികളൊന്ന് മനസ്സിലൂടെ കടത്തിവിടും. ചിലപ്പോൾ അമ്മ വഴിക്കുള്ള ബന്ധുമിത്രാദികളായിരിക്കും ആദ്യം. അവരെ ഓരോ കുടുംബങ്ങളും എടുക്കും. ഓരോ കുടുംബങ്ങളെടുത്ത് ഓരോ വ്യക്തികളെ ഓർത്ത് ഓരോ വ്യക്തികൾക്കും വേണ്ടി ഓരോ നന്മ നിറഞ്ഞ മറിയ ജപം ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ അപ്പൻ വഴിക്കുള്ള ബന്ധുക്കളാണ്, അവരെ ഓർത്തെടുക്കും. പിന്നെ സഭയിൽ നമുക്കറിയാവുന്ന മുതിർന്ന പുരോഹിതന്മാർ ഓരോരുത്തർ ഓർത്തെടുത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രാർത്ഥന അവരിലേക്ക് അനുഗ്രഹമായിട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ധാരാളം പേരോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആ നിമിഷത്തിൽ തന്നെ കണ്ണടച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം, അല്ലെങ്കിൽ പിന്നീടെങ്കിലും അവരുടെ പേരെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അങ്ങനെയാണ് നമുക്ക് അവരുടെ കൂടെ ആയിരിക്കുവാനായിട്ട് സാധിക്കുക. ഈ ചിന്തകൾ അവസാനിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മ ചെയ്ത ആ വലിയ സുകൃതം മനസ്സിലൊന്ന് ധ്യാനിക്കാം. ആരോരുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലുള്ള എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കയറി ചെല്ലുന്നു. അവളുടെ കൂടെ 3 മാസക്കാലം താമസിക്കുന്നു. കൂടെ ആയിരുന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കൂടെയായിരിക്കുന്നത് നമ്മൾ പഠിച്ചത്? 1, ശാരീരികമായ സാമീപ്യം. 2, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. 3-ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് പ്രകാരമാണ് ആപത്ത് ഘട്ടങ്ങളിൽ സഹായിക്കുക. 4-ാമത്തേത് പ്രാർത്ഥനയിലൂടെ. ഈ പുണ്യങ്ങളിൽ നമ്മളിൽ വന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുവാൻ, കൂടെ വസിക്കുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വലിയ നിരാശയിലായിരുന്ന എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നീ അവരുടെ കൂടെ നടന്ന് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല, നാഥാ ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്നാണ്. ഈശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ലാസലേറ്റ് മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.